നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേട്ടനൊന്നും ഇവിടെ ഇല്ലടാ. അമ്മ കരയണ്ട, ഞാനിപ്പോ വരാം. സുമലതേ, എടി സുമലതേ. വിളിച്ചായിരുന്നോ? വിളിക്കവനെ, ആ പിഴച്ച സന്തതിയെ പിണ്ടം വച്ച് എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നും പുറത്താക്കണ്ടെങ്കിൽ നീ ഇപ്പൊ അവനെ വിളിച്ചു വരുത്തണം. എടി നീ വിളിച്ചാലേ അവൻ വരൂ. വിളിക്കവനെ. ഇപ്പോ ഈ നിമിഷം നീ അവനെ വിളിച്ചില്ലെങ്കിൽ നീ ഈ വീടിന് പുറത്താ. അതെ, ബന്ധം ഉപേക്ഷിച്ച് ഈ താലി മുറിച്ച് വീടിന് പുറത്താക്കും ഞാൻ. ഇപ്പോ ഞാൻ പറയുന്നത് അനുസരിച്ച നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ എന്തു വേണമെന്ന് നീ തീരുമാനിക്കേ. വിളിക്കേ, നീ നിന്റെ മോനെ വിളിക്കേ. എന്നിട്ട് ഞാൻ പറയും പോലെ പറയും. അച്ഛനാണല്ലോ. അച്ഛാ. മോനെ നീ എവിടാ? മോനെ നീ എവിടാ? അമ്മയായിരുന്നോ? നീ ഒന്നേ വേഗം ഇങ്ങോട്ട് വാ. എന്താ അമ്മേ? അച്ഛന് തീരെ സുഖമില്ല. അയ്യോ, എന്തു പറ്റി? ഇവിടെ ആരുമില്ല. അല്ല, ചേട്ടൻ അവിടെ ഇല്ലേ? ചേട്ടനും ഇല്ലടാ. ചേട്ടനൊന്നും ഇവിടെ ഇല്ലടാ. അമ്മ കരയണ്ട, ഞാനിപ്പോ വരാം. കേൾപ്പൊടിയത്ത് വന്ദനെ, അമ്മയാ. അച്ഛന് സുഖമില്ലെന്ന്, എന്തോ വലിയ പ്രശ്നമുണ്ട്. അമ്മയാണെങ്കിൽ കരയുന്നുമുണ്ട്. ബാക്കി എല്ലാവരും കഴിക്കട്ടെ, അപ്പോഴേക്കും ഞാനിങ്ങ് എത്താം. മോളെ, നീയും കൂടി ചെല്ലും മോളെ. ചെല്ലും മോളെ. ചെല്ലും മോളെ. വന്ദനമ്മേ, ഞാനും വരുന്നു. വന്ദനമ്മേ, ഞാനും വരുന്നു. മോളിപ്പൊ പോണ്ട, അവര് പെട്ടെന്ന് ഇങ്ങ വരും. ഇല്ല, ഞാൻ പോവും. വന്ദനമ്മേ. അയ്യോ, വന്ദനമ്മേ. അമ്മ പോയിട്ട് വരാം.
ഹ, ബന്ധുക്കളെല്ലാം വിളിച്ചുള്ള വിരുന്ന് സൽക്കാരാണല്ലേ? ആ രാഖി കയറിയിരിക്കെ. പുതിയ ചെറുക്കനും പെണ്ണും എങ്ങോട്ടോ പോകുന്ന കണ്ടല്ലോ. അവരത്യാവശ്യമായിട്ട് ഹ, അവരെവിടെയോ എങ്ങോട്ടോ പൊയ്ക്കോട്ടെ. ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ജാതക ദോഷം കാരണം കല്യാണം മുടങ്ങി മുടങ്ങി നിന്ന വന്ദനയ്ക്ക് ഒരു കൂട്ട് കിട്ടിയല്ലോ. അല്ലെങ്കിൽ തന്നെ നാട്ടിലൊക്കെ വന്ദനയും ജഗനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുതരം അർത്ഥം വെച്ച സംസാരമായിരുന്നു. എന്റെ ചെവിയിലും കേട്ടിരുന്നു ചിലതൊക്കെ. രാജീവേട്ടൻ കെട്ടാനിരുന്ന പെണ്ണായതുകൊണ്ട് എനിക്കും അത് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഖിക്ക് ഞാൻ ചായ എടുക്കാം. വേണ്ട ചന്ദ്രികാമ്മേ, ഒന്നും വേണ്ട. ഞാനിപ്പോ വന്നത് ഒരു സന്തോഷമുള്ള കാര്യം പറയാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.